നവമുന്നേറ്റങ്ങൾ വന്നത് മൂലം മുഖ്യധാര പെന്തക്കോസ്ത് സഭകൾക്ക് ഒരു തളർച്ചയുണ്ടായിട്ടുണ്ട് എന്നൊരു വർത്തമാനമുണ്ട്, ഒരു നിരീക്ഷണം പോലും ഉണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ല. ഇല്ല. അതിന്റെ കാരണം പറയാം. ഇത് പെന്തക്കോസ്തിനെ തളർത്താനോ പെന്തക്കോസ്തിന്റെ വചന ശുശ്രൂഷയോ നമ്മൾ പരിശുദ്ധാത്മാവിന് കൊടുക്കുന്ന പ്രാധാന്യത്തെയോ തളർത്താൻ ഒരിക്കലും കഴിയില്ല. ബാംഗ്ലൂർ ഉണർവ് എന്ന് പറയുന്ന ഈ സംഭവം, ഇപ്പം ലിക്വിഡ് ഫയർ, ഈ ഒന്നി വീഴ്ത്തലും അതൊക്കെ പഴയതാണ്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ശുശ്രൂഷകന്മാരുടെ സമ്മേളനങ്ങളിൽ കൃത്യമായി ക്ലാസ് എടുക്കാൻ അറിവുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ APCയുടെ സ്റ്റേറ്റ് ശുശ്രൂഷ സമ്മേളനം നടത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ ബാംഗ്ലൂർ ഈ സംഭവത്തെ ചെറുതായിട്ട് കാണുന്നില്ല. 1-ാം നൂറ്റാണ്ട് മുതൽ അങ്ങ് 2-3 നൂറ്റാണ്ടുകളിലേക്കൊക്കെ വരുമ്പോൾ ദുരുപദേശങ്ങൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ അവർ കൗൺസിൽ കൂടുകയും അതിന് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും നമ്മൾ യെരുശലേം കൗൺസിൽ കാണുന്നുണ്ട്. അതിനുശേഷം അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരുടെ കാലത്തും ഇത് കാണുന്നുണ്ട്. കൗൺസിൽ കൂടുകയും ദുരുപദേശങ്ങളെ തിരുത്തുകയൊക്കെ ചെയ്യുന്നൊരു പരിപാടി നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾക്ക് കൗൺസിലുകളുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ കൗൺസിൽ കൂടാറുണ്ടോ? ഇപ്പം ഞാൻ പറയാം, ഞാനിതിന് ഗൗരവമില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഇതൊന്നും വളരെ വലിയ ഗൗരവമായ ഒരു ഉപദേശപരമായി അവതരിപ്പിക്കപ്പെടുന്ന സാധനമല്ല. എന്നിട്ടും ഇതിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നു, പോകുന്നു. അതിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അതാണ് നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തു വന്നത്. കാരണം നമ്മുടെ ഒരു പുതിയ കാലഘട്ടം നമ്മൾ എടുത്തു നോക്കുമ്പോൾ വചനത്തെ ഗൗരവമായി പഠിപ്പിക്കുന്നില്ല. അപ്പം വൈകാരികമായ ഒരു ഇളക്കം കിട്ടുന്ന, ഇപ്പൊ സമൃദ്ധി ഉണ്ടാകുന്ന, അവരുടെ താൽക്കാലികമായ ജീവിത സാഹചര്യത്തിന് വലിയ പുരോഗതി കിട്ടും എന്ന് പറയുന്ന ഏതെങ്കിലുമൊക്കെ ഇളക്കങ്ങൾ കണ്ടാൽ അവിടേക്ക് എന്ത് ചെയ്യുന്നു, ആളുകൾ കൂടുന്നു. അപ്പം അത് നമ്മുടെ പുതിയ തലമുറയെ അപകടപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലെ ഇതിലേക്ക് ഒരുപാട് ചെറുപ്പക്കാരാണ്. അപ്പം ഇതില് ഇവർ പറയുന്നത് അഗ്നി അഭിഷേകം നടക്കുന്നു, ഇത് പകരപ്പെടുന്നു, ഇത് വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നു, അഗ്നി സ്നാനം, അത് പറയാം, ഇമ്പാർട്ടേഷൻ. നമ്മൾ ഈ മറ്റ് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ അഗ്നി അഭിഷേകം എന്നുള്ളത് നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഇത് കൊണ്ടുവരി വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു സന്തോഷമുള്ള കാര്യം, കുറെ നാളുകൾക്ക് മുമ്പ് ഫയർ വിങ്സ് എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് വന്നു. അതിന്റെ ബാക്കി പത്രമാണിത്. തോമസും ജിജോ തോമസും ഒക്കെയാണ് ഇതിലുള്ളത്. അതാണ് ഇപ്പൊ ഇവര് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ പുതിയ കവറിനകത്ത് പഴയ സാധനം എന്ത് ചെയ്യും, ഇറക്കുകയാണ്. ഇപ്പം ഫയർ വിങ്സിന്റെ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച നമുക്കറിയാം, ഇപ്പൊ ഏതാണ്ട് വിഴുങ്ങാൻ പോകുന്നു എന്ന് സംഭവിച്ചു. കുറെ ആളുകൾ അപകടപ്പെടുന്നുണ്ട്. അത് അതുപോലെ പോയി. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഇത് ഇപ്പൊ നമ്മുടെ ഒരു ഉണർവ് ഉണ്ടായല്ലോ അമേരിക്കയിലെ ഇവിടെ ഒരു സ്ഥലത്ത്, അപ്പം എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു തനി ആവർത്തനം ഇവിടെ സംഘടിപ്പിച്ചാൽ ഒരു നേട്ടം കൊയ്യാം എന്ന്. കാരണം ഇതിപ്പം നടന്നു, അതുപോലെ ബാംഗ്ലൂരിൽ നടക്കുന്നു, ഇനി കേരളത്തിലേക്കും. ഇതിപ്പോ കേരളത്തിലും ഇതിന്റെ ചുവട് പിടിച്ച പരിപാടികൾ തുടങ്ങാനുള്ള ലിക്വിഡ് ഫയർ. അപ്പം ഇത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫയർ എന്ന് പറയുന്നത് തീ, പരിശുദ്ധാത്മാവുമായിട്ട് ഇതിന് ഇവർ പറയുന്ന ആ ഉപദേശത്തെ അടിസ്ഥാനപരമായിട്ട് ഖണ്ഡിക്കാനുള്ള വചനം നമുക്കുണ്ട്. എന്താണ് അഗ്നിസ്നാനം, അഭിഷേകം? ഇത് നമുക്കറിയാം, യോഹന്നാൻ സ്നാപകന്റെ ഓട് ബന്ധപ്പെട്ടാണ് ഈ സംഭവം വരുന്നത്. ഈ അഗ്നിയിലുള്ള സ്നാനവും പരിശുദ്ധാത്മ സ്നാനവും വരുന്നത്. വേദപുസ്തകത്തിലെ വാക്യങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു വാക്യത്തിൽ തന്നെ 2 സഹസ്രാബ്ദങ്ങളിൽ നടക്കേണ്ട കാര്യങ്ങൾ ഒറ്റ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും.
അതിനെ രണ്ടായിട്ട് കാണും. അപ്പം പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, തീയിലുള്ള സ്നാനം എന്ന് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന വചനം താഴേക്ക് നമ്മൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നത് ഒന്നുകിൽ അതേ ഭാഗത്തു തന്നെ മുകളിലോ താഴെയോ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങൾ കൊണ്ടുവേണം ഇത് വ്യാഖ്യാനിക്കാൻ. അപ്പൊ ഈ ഭാഗം അഗ്നിസ്നാനത്തെയും ആത്മസ്നാനത്തെയും ഇത് രണ്ടും രണ്ടാണെന്ന് പറയാൻ ആ ഭാഗത്തു തന്നെ വാക്യമുണ്ട്. ഇത് ഒന്ന് ന്യായവിധിയാണ്, മറ്റത് ആത്മസ്നാനമാണ്. ഇത് രണ്ടും രണ്ട് ഘട്ടത്തിൽ നടക്കുന്ന സംഭവമായിട്ട് നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അഭിഷേകത്തിന് സിമ്പിൾ ആയിട്ടൊരു അർത്ഥമല്ലേ ഉള്ളൂ, ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരു അനോയിൻമെന്റ്. അതെ, അതിനപ്പുറത്തേക്ക് ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രശ്നമല്ലേ. ഇനി ഇവര് ഇപ്പൊ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചതിൽ ഈ ആത്മസ്നാനം പ്രാപിച്ച ഒരാളുടെ ശരീരത്തിന് എന്തെങ്കിലും മാറ്റം വരും? അതാണ് എന്റെ ചോദ്യം. ഉണ്ടെങ്കിൽ അവർ പറയണം. പരിശുദ്ധാത്മാ അധിവാസമാണ്, ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈ മൺമയമായ ശരീരത്തിന് ഒരു മാറ്റവും ഇല്ല. കാരണം ഞാനത് ചോദിക്കുന്ന, ഒരാൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് കൊണ്ട് നമ്മുടെ ശരീരത്തിനോ വികാരത്തിനോ വിചാരത്തിനോ ഒന്നും ഒരു മാറ്റവും ഇല്ല. ഉണ്ടോ? യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതുകൊണ്ട് ഈ ശരീരത്തിന് ഒരു മാറ്റവും ഇല്ല. മാറ്റം വരാൻ പോകുന്നതേ ഉള്ളൂ. അതെ, കാരണം വീണ്ടെടുക്കപ്പെടാത്ത ശരീരം. അതെ. അപ്പൊ ഇവര് പറഞ്ഞു വെക്കുന്നത് അഗ്നി, ഇപ്പൊ അതാണ് ഞാൻ അഭിഷേകം എന്റെ കാര്യം തീരുമാനിക്കുമെന്ന് പറയുന്നത്. ഭ്രാന്തൻ ആശയമാണെന്ന് പറയാൻ കാരണം ഇവരെ തന്നെ കയറി പിടിക്കുകയാണ്, അല്ലേ? അത് ഞാൻ കണ്ടു. ആളുകൾ വട്ടം ഊതി വീഴ്ത്തുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്ക് എന്നിൽ ആത്മാധിവാസമുണ്ട്, എന്റെ ശരീരത്തിന് പ്രത്യേക യാതൊരു പൊള്ളലും ഇല്ല. അങ്ങനെ ഒരു പഠിപ്പിക്കല് വേദപുസ്തക അധിഷ്ഠിതമല്ല. പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. സുബോധത്തിന്റെ ആത്മാവാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പ്രത്യേക മാറ്റമില്ല. അപ്പൊ ഇവരുടെ ശരീരത്തിലൂടെ ഇത് കറണ്ട് പ്രവഹിക്കുന്ന പോലെ പ്രവഹിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു, അപ്പൊ നമ്മൾ കൈവെക്കാൻ പറഞ്ഞു. അത് വ്യക്തമായ ഒരു ദൈവ വചനമാണ്. നിങ്ങളുടെ രോഗികളുടെ മേൽ കൈവെക്കുകയും നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് ലഭിക്കും. അത് നമ്മുടെ കയ്യിലൂടെ ശക്തി ഇങ്ങനെ പ്രവഹിച്ചു പോയതല്ല. അല്ല, നമ്മൾ കൈവെക്കുന്നു, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ദൈവമാണ്. ഇതാണ് അതിൽ. അല്ല, ഇവര് പറയുന്ന ഈ അഗ്നിസ്നാനം എന്ന് പറയുന്നത് വേദപുസ്തകാധിഷ്ഠിതമല്ല. ഇത് നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ ഒരു കാലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ഇവരെല്ലാം മുഖ്യധാര പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി, രാജേഷ് എലപ്പാറയൊക്കെ അതിന്റെ സജീവ അംഗമായിട്ട് മാറി. അപ്പൊ ഇവരെ ഒരു തിരുത്തലിന് വിധേയമാക്കാൻ ഇവർ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇവരുടെ മാതൃപ്രസ്ഥാനങ്ങൾ, ഇപ്പൊ പാസ്റ്റർ IPCയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കൗൺസിലുകൾ, 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും കൗൺസിലുകൾ കൂടുമ്പോൾ ദുരുപദേശകർക്ക് വരാനും, ദുരുപദേശകർ എന്ന് നമ്മൾ പറയുന്ന ആളുകൾക്ക് വരാനും, അവരുടെ കാര്യം പറയാനും, അവരെ ഖണ്ഡിക്കാനും അങ്ങനെ ഒരു തിരുത്തലിന് അവസരം ഉണ്ടായിരുന്നു. ഇന്നത്തെ സഭാ നേതൃത്വം അതിന് തയ്യാറാവാത്തതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് ഈ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അത് ഇവരെയൊക്കെ തിരുത്തണമെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവാണെങ്കിലല്ലേ തിരുത്തപ്പെടുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ നീതിബോധവും ന്യായവിധി ബോധവും പാപബോധവും ഉണ്ടാകുന്നത്. അപ്പം സഭ തിരുത്താൻ ശ്രമിച്ചിട്ട് എത്രയോ ആളുകൾ ഞങ്ങൾ പെന്തക്കോസ്ത് അല്ല എന്നും പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ സംഭവത്തില് മുൻകാലങ്ങളിൽ IPCക്ക് എനിക്ക് തോന്നുന്നു പാസ്റ്റർ ഫിലിപ്പി തോമസ് ഇരിക്കുന്ന കാലത്ത് അന്ന് ഫയർ വിങ്സ് ആണ് ഇങ്ങനെ ദുരുപദേശവുമായിട്ട് രംഗത്ത് വന്നത്. ആ ഘട്ടത്തിൽ പാസ്റ്റർ ഫിലിപ്പി തോമസ് അന്ന് IPCയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഇതിന്റെ വക്താക്കളായി വന്നവരെക്കെതിരെ കർശനമായി നടപടിയെടുക്കുകയും അങ്ങനെ ദുരുപദേശം പ്രചരിപ്പിച്ചവരെ IPCയുടെ വേദിയിൽ കയറ്റരുത് എന്ന് പറഞ്ഞ് വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഫലകരമായിട്ടുണ്ട്.
ഇപ്പോൾ ബാംഗ്ലൂർ നടക്കുന്ന ഈ ഉണർവെന്ന പേരിൽ നടക്കുന്ന ഈ വചനവിരുദ്ധമായ ഇടപാടുകൾ കഴിഞ്ഞ IPC കേരള സ്റ്റേറ്റിന്റെ പ്രസ്പെക്ടറി ഗൗരവമായി ചർച്ച ചെയ്യുകയും ഈ പ്രവണത ആരും പിന്തുടരുതെന്നും ഈ പ്രവണതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളെ നമ്മുടെ ആത്മീയ വേദിയിൽ കയറ്റാൻ പാടില്ല എന്നും നിലയിൽ നമ്മൾ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം ഇത്തരം ദുരുപദേശങ്ങളെ സംബന്ധിച്ച് ഒരു ബുക്ക്ലെറ്റ് തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി IPC സ്റ്റേറ്റ് പ്രസ്പെക്ടറി അതിൻ്റെ തിയോളജിക്കൽ ബോർഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ അതിൻ്റെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സഭ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത്തരം ദുരുപദേശങ്ങൾക്കെതിരെ ഒരു സന്ധിയുമില്ലാത്ത ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കും. പിന്നെ നമ്മുടെ സഹോദരന്മാരാണ് ഇവരാരും തന്നെ അവരാരും നമ്മുടെ ശത്രുക്കളല്ല. അവർ തെറ്റായി ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മടങ്ങി വരണം. കാരണം പെന്തിക്കോസ്ത് വളർന്നത് ഇത്തരം കോപ്രായങ്ങൾ കൊണ്ടൊന്നുമല്ല. കാരണം ഈ കാലഘട്ടത്തെക്കാൾ വലിയ ബുദ്ധിമുട്ടുള്ള കാലത്താണ് നമ്മുടെ അപ്പച്ചന്മാർ പ്രവർത്തിച്ചത്. കാരണം അന്ന് സംഘടിത സമുദായ സഭകളോട് ഒറ്റക്ക് നിന്ന് പോരാടിയിട്ട് ആണ് ഈ പെന്തക്കോസ്ത് കേരളത്തിൽ വേർപിടിച്ചത്. അപ്പം ആ കാലത്ത് ഇത് ഇത്രയും വളരാനായിട്ടുള്ള സാധ്യത ഉണ്ടായെങ്കിൽ അത് വചനത്തിന്റെ കൃത്യമായ വ്യാഖ്യാനമാണ്, പരിശുദ്ധാത്മാവിന്റെ കൃത്യമായ ഇടപെടലാണ്, പരിശുദ്ധാത്മാവിന്റെ വചനത്തിൽ പറഞ്ഞതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ്. അവരാരും കയ്യിൽ നിന്നിട്ട് ഒന്നും പറഞ്ഞിട്ടല്ല കേരളത്തിൽ ആഗോള വ്യാപകമായിട്ട് പെന്തക്കോസ്ത് വളർന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമേ ഇല്ല. കേരളത്തിൽ പെന്തക്കോസ്ത് സഭകൾ ഒരു തളർച്ചയിലാണോ? ഇത്തരം മുന്നേറ്റങ്ങൾ, നവമുന്നേറ്റങ്ങൾ വന്നത് മൂലം മുഖ്യധാര പെന്തക്കോസ്ത് സഭകൾക്ക് ഒരു തളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നൊരു വർത്തമാനമുണ്ട്, ഒരു നിരീക്ഷണം പോലും ഉണ്ട്. ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ഇല്ല. അതിന്റെ കാരണം പറയാം. അപ്പൊ നമുക്ക് 90കളിലാണ് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളും ഈ തങ്കുവിന്റെ പോലുള്ള ഹെവൻലി ഫീസ്റ്റ് ഇതുപോലുള്ള കൂട്ടങ്ങൾ വരുന്നത്. അപ്പൊ അന്ന് ഞാൻ പ്രസംഗിച്ച വേദിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മോശ ഈ അത്ഭുതകരമായ ദൈവം നടത്തുമ്പോൾ മോശ മിസ്രൈമിൽ ചെന്നിട്ട് വടിയിട്ടപ്പോൾ അവിടുത്തെ മന്ത്രവാദികളും വടിയിട്ടു. അപ്പം ഇത് കൃത്യമായി ഇത് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്, അനുകരിച്ചുകൊണ്ട് ചെയ്യുകയാണ്. അപ്പോൾ അതും പാമ്പായി. പക്ഷേ ഈ ഒന്നാം ഘട്ടമാണ് ആളുകൾ കാണുന്നത്. പക്ഷെ ഇതിനൊരു രണ്ടാം ഘട്ടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അന്നത്തെ പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞു. കാരണം രണ്ടാം ഘട്ടം മോശ ഇട്ട ഈ വടി മിസ്രൈമ്യ മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങാൻ തുടങ്ങി. അപ്പൊ എന്റെ എല്ലാ കാലത്തും അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് അത് തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകരുത്. കാരണം ഇത് ദുരുപദേശം പ്രശ്നമില്ലാത്തതാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് പെന്തക്കോസ്തിനെ തളർത്താനോ പെന്തക്കോസ്തിന്റെ വചന ശുശ്രൂഷയോ നമ്മൾ പരിശുദ്ധാത്മാവിന് കൊടുക്കുന്ന പ്രാധാന്യത്തെയോ തളർത്താൻ ഒരിക്കലും കഴിയില്ല. പക്ഷേ അത് ഗൗരവമില്ലാതെ കാണരുത്. കാരണം വചനം അറിയാത്ത പുതിയ തലമുറ പെന്തക്കോസ്തിൽ നിന്ന് ആളുകൾ ഇതിലേക്ക് പോകുന്നുണ്ട്. അത് നമ്മൾ കാണാതിരിക്കരുത്. അത് ഗൗരവമായിട്ട് തന്നെ കാണണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പുതിയ തലമുറയെ ഓർത്തിട്ടാണ് ഇത് ഈ സംഘങ്ങളോട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു 25 വർഷം മുമ്പ് വിശ്വാസത്തിൽ വചനം കേട്ടു വന്ന, അല്ലെങ്കിൽ 30 വർഷം മുമ്പ് വന്ന നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുള്ളവരെ പോലും ചലിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. യേശുക്രിസ്തു ചരിത്ര പുരുഷനാണോ, യേശുക്രിസ്തുവിന്റെ ദൈവത്വം, അങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരു 10-20 വയസ്സുള്ള ഒരു പയ്യൻ എന്നോട് പറഞ്ഞ ഉത്തരവാദിത്ത മുഖ്യധാര പെന്തക്കോസ്ത് സഭയിലെ ഒരു അംഗമാണ് ആ പയ്യൻ, പേരും ഒന്നും ഞാൻ പറയുന്നില്ല. ആ പയ്യൻ എന്നോട് പറഞ്ഞു ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാമെന്ന് മാത്രം, അതിനപ്പുറത്തേക്ക് ഒരു തെളിവ് അതിനുണ്ട് എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ആ പയ്യൻ വളരെ ആക്റ്റീവായിട്ട് സഭായോഗത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇത്തരം വൈകാരിക തലങ്ങളിലേക്ക് പോകുന്നതിന്റെ ആദ്യത്തെ ചുവടുവെപ്പാണത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായകമായിട്ടുള്ള
കാര്യങ്ങൾ നമ്മുടെ സഭയിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. അപ്പൊ നമ്മുടെ ഇടയിൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അതെ. ഈ ക്യാമ്പുകളിലൊക്കെ കാതലായ ഏതെങ്കിലും വിഷയങ്ങൾ ചർച്ച ഇപ്പം ചെയ്യപ്പെടുന്നു. നമ്മുടെ പുതിയ തലമുറ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം ഈ നവമാധ്യമങ്ങളുടെ സ്വാധീനം വന്നപ്പോൾ അവർക്ക് കിട്ടുന്നത് കൂടുതലും ഇത്തരം സംഭവങ്ങളാണ്. അതെ. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും നമ്മുടെ പുതിയ തലമുറകൾക്ക് നമ്മൾ അവർക്ക് അവരുടെ കണ്ണിലെ കരടായിട്ട് മാറുകയാണ്. കാരണം അവർ കണ്ടിട്ടുള്ളത് അല്ലെ അവർ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പറ്റിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പുകളിൽ ഒക്കെ സാമ്പ്രദായിക ഒരു രീതി പഴകി പതിഞ്ഞ കുറേ പരിപാടികൾ അതിനൊരു മാറ്റം വന്നിട്ടില്ല. അതെ, അതിനപ്പുറം അത് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ അവിടെ പഠിപ്പിക്കപ്പെടേണ്ടതല്ല. നമ്മുടെ ശുശ്രൂഷക സമ്മേളനങ്ങൾ ഇപ്പൊ ഞങ്ങള് കേരളത്തില് IPCയുടെ സംസ്ഥാന ശുശ്രൂഷക സമ്മേളനം ഏതാണ്ട് 8 കേന്ദ്രങ്ങളിലായിട്ട് അടുത്ത മാസം നടക്കാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങളതിൽ മുൻപോട്ട് വെച്ച ഒരു നിർദ്ദേശമുണ്ട്. ഈ ബാംഗ്ലൂർ ഉണർവ് എന്ന് പറയുന്ന ഈ സംഭവം, ഇപ്പം ലിക്വിഡ് ഫയർ, ഈ ഊതി വീഴ്ത്തലും അതൊക്കെ പഴയതാണ്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ശുശ്രൂഷകന്മാരുടെ സമ്മേളനങ്ങളിൽ കൃത്യമായി ക്ലാസ് എടുക്കാൻ അറിവുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ IPCയുടെ സ്റ്റേറ്റ് ശുശ്രൂഷ സമ്മേളനം നടത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഈ ബാംഗ്ലൂർ ഈ സംഭവത്തെ ചെറുതായിട്ട് കാണുന്നില്ല. അതിനെ കൃത്യമായ കണക്കുകൂട്ടലോടുകൂടെ തന്നെ അതിനെ ഖണ്ഡിക്കാൻ നമ്മുടെ ശുശ്രൂഷകർക്ക് കഴിവ് കൊടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെന്തക്കോസ്ത് ആശയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചുരുക്ക രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, തൃത്വ വിശ്വാസം, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ പഠിപ്പിക്കപ്പെടണം എന്നുള്ളത് കൃത്യമായിട്ട് പാസ്റ്റർ ഊന്നി പറയുന്നു. അതുകൊണ്ട് ഇതുകൂടി ഞാൻ പറയുകയാണ്, ഈ ടിജോയും റൈസനെയും പോലുള്ള ആളുകൾ നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ മുഖ്യധാര പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലെ ആളുകൾ ഇവരുടെ പിറകിലുണ്ട് എന്ന് വളരെ ശക്തമായിട്ടൊരു വർത്തമാനമുണ്ട്. ഉണ്ട്. അത് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾ ഇത് സംബന്ധിച്ചൊരു ചെറിയ ചർച്ച ഞങ്ങളുടെ ഒരു ചെറിയ സർക്കിളിൽ നടത്തിയപ്പോഴേ ആളുകൾ ചോദിക്കുകയാണ്, പക്ഷെ നമ്മുടെ ഇടയിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു വലിയ സമൂഹത്തിൽ ഇപ്പം നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പല ആളുകളും ഇത്തരം വിശ്വാസങ്ങളെയും ഇത്തരം ചില ബോധ്യങ്ങളെയൊക്കെ പിന്തുടർന്നുകൊണ്ട് അവരുടെ പ്രാദേശിക തലങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സഭയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. സഭയുടെ ശ്രദ്ധയിൽപ്പെടാതെ ചിലപ്പോൾ ആളുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ഇവർക്ക് പിന്തുണ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൊതുവായിട്ട് നമ്മൾ പ്രസ്താവന ഇറക്കുകയാണ്, ഇത് അപകടകരമായ കാര്യമാണ്, ഇത് നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കുന്ന കാര്യമാണ്, വചനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെ വികലമായ പഠിപ്പിക്കലാണ് എന്ന് നമ്മൾ പൊതുവായ പ്രസ്താവനകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് നമ്മൾ കടക്കാൻ സഭ ഗൗരവമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ദുരുപദേശങ്ങൾക്കെതിരെ വളരെ ശക്തമായ നിലയിൽ തന്നെ ഒരു പഠിപ്പിക്കൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത് ലോക്കൽ തലങ്ങളിൽ തന്നെ തുടങ്ങും. ആ നിലയിൽ ഒരു ശുഭകരമായിട്ടുള്ള വാക്കുകളാണ് പാസ്റ്ററിൽ കേൾക്കുന്നത്. അത് ഞാനൊരു ശുഭകരമായിട്ടുള്ള കാര്യമായി തന്നെ എടുക്കുകയാണ്. മുഖ്യധാര പ്രസ്ഥാനങ്ങൾ ആ നിലയിൽ മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ യുവജനങ്ങളെ പിടിച്ചു നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും വേണം. അപ്പൊ ഇത്തരത്തിലുള്ള ദുരുപദേശങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ തന്നെ സത്യമായിട്ടുള്ള വിശ്വാസം എന്താണെന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു ക്രമീകരണം നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയും ആവശ്യമാണ്. അപ്പൊ ഞാനെന്റെ അവസാന ചോദ്യത്തിലേക്ക് വരുമ്പോൾ, പെന്തക്കോസ്ത് ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ഭാവി എന്താണെന്നാണ് അങ്ങ് ചിന്തിക്കുന്നത്? ഈ എല്ലാ കാലത്തും വലിയ ഇതിനെ ഭാവി ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതുപോലെ ഉറച്ച ബോധ്യങ്ങളുള്ള മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായ ഉത്തരമുള്ള ഒരു സമൂഹമാണ് നമ്മൾ. ആ സമൂഹത്തിന്റെ ഉത്തരവല്ല, അത് നമ്മുടെ പ്രാമാണിക ഗ്രന്ഥമായ
വിശുദ്ധ ബൈബിളിന്റെ ഉത്തരവാണ്. അപ്പൊ അതുകൊണ്ട് പെന്തക്കോസ്തിന് ശുഭകരമായ ഒരു ഭാവി തന്നെയാണ് ലോകത്തെമ്പാടുമുള്ളത്. കേരളത്തിലും അത് തന്നെയാണ്. ഇനിയും ആളുകളെ സ്വാധീനിക്കും. പക്ഷേ ചില ഇത്തരം അതാണ് ഞാൻ പറഞ്ഞത്, 90-കളിൽ തൊട്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു തരംഗമായിട്ട് വന്ന പല കാര്യങ്ങളും അതിൻ്റെയൊക്കെ ചരിത്രം ഇപ്പം നമ്മൾ പഠിച്ചാൽ എവിടെ ചെന്ന് നിൽക്കുന്നു നമുക്കറിയാം. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന ആളുകൾ, ഒന്ന് സാമ്പത്തിക നേട്ടം, സമൂഹത്തിലെ വലിയ എന്താണ് ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കാൻ പറ്റിയ ഒരു മേഖല, പാവങ്ങളായിട്ടുള്ള ആളുകൾ പറ്റിക്കപ്പെടുന്നു. അവിടെ ഇയാളെ തൊട്ടാൽ ഏതാണ്ട് വലിയ സംഭവം നടക്കുന്നു, ഇപ്പൊ എനിക്ക് വലിയ നേട്ടം ഉണ്ടാകുന്നു, വലിയ ജോലി കിട്ടും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ്. അപ്പം ഈ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, അതെ, ഈ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെ നവീന ഉപദേശങ്ങളുമായിട്ട് വന്നവന്റെ എല്ലാ അവസാനം എന്തായിരുന്നു നമ്മൾ നോക്കണം. ഒരു തർക്കവും വേണ്ട. കേരളത്തിലെ പെന്തക്കോസ്ത് വിശ്വാസികള് നമ്മൾ അവരെ വിമർശിച്ചുകൊണ്ട് പറയുമ്പോൾ തന്നെ ഒരു ഭൂരിപക്ഷം സമൂഹം ഇതൊക്കെ വളരെ അപകടകരമായ പോക്കാണെന്ന് അവർക്ക് പക്ഷെ ഇങ്ങനെ പറയാനൊന്നും അറിയില്ലായിരിക്കും. അവർക്കിങ്ങനെ പക്ഷെ ഉള്ളിൽ അവർക്ക് കൃത്യമായ ബോധം, നമ്മളെ പോലുള്ളവർ അവരുടെ ശബ്ദമായിട്ട് മാറേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള സഹോദരങ്ങൾ ഇപ്പൊ നമ്മുടെ വേദികളിൽ വന്ന് ശുശ്രൂഷ ചെയ്തവരാണ് ഇവരിൽ പലരും. അതെ, നമ്മുടെ വേദികൾ തീർച്ചയായിട്ടും. അപ്പൊ അത് പുസ്തകം പറയുന്നതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെയ്യുന്നാക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്ന ഇത്രയും വലിയ ദുരന്തം സാമുദായിക സഭകൾ അനുഭവിക്കുന്നില്ല, കാരണം നമ്മുടെ ഇടയിലാണ്. അപ്പൊ എന്റെ വിശ്വാസം ഇതാണ് കൃത്യമായ ദൈവത്തിന്റെ സഭ. സത്യമുള്ളത് കൊണ്ടാണ് ഇവിടെ വ്യാജം കയറുന്നത്. പിന്നെ നമ്മൾ പുതിയ നിയമത്തിലെ വാക്യങ്ങളെല്ലാം പരിശോധിച്ചാൽ ഈ മുന്നറിയിപ്പുകൾ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ പ്രസംഗിക്കപ്പെടാത്ത വേറൊരു യേശു, വല്ല ആത്മാവ്, ഇതെല്ലാം നമ്മളിതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ അതാത് കാലഘട്ടങ്ങളിൽ ഇതിനെ തടയിടുക എന്നുള്ളത്. അപ്പം എന്നോട് സഭാ കൗൺസിലില് ചോദ്യം ചോദിച്ചപ്പോൾ ചില ആളുകൾ, അപ്പൊ നമ്മള് ആവരണം ധരിക്കുന്നത്, മീശ വെക്കുന്നത്, അപ്പൊ ഞാൻ പറഞ്ഞു, ഈ നമ്മള് ദുരുപദേശ ഖണ്ഡനം 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ കാടടച്ച് കണ്ടിക്കുകയല്ല, ഏതിനെയാണ് കണ്ടിക്കുന്നത്, ഒരു കാലഘട്ടത്തിൽ ഏതാണ് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് വരുന്നത് അതിനെയാണ് നമ്മൾ കണ്ടിക്കേണ്ടത്. അല്ലാതെ പെന്തക്കോസ്തുകാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ദുരുപദേശത്തെ, ഇപ്പം ബാംഗ്ലൂരിൽ നടക്കുന്ന ദുരുപദേശത്തെ കുറിച്ച് പറയുന്ന ഉടനെ എടുത്തോണ്ട് വരുന്നത് നമ്മൾ വീശ വെക്കുന്നത്, ആവരണം ധരിക്കുന്നത്, അല്ലെ വെള്ളവസ്ത്രം ധരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഇടയിലെ ചില കാര്യങ്ങൾ പഴയ ചർച്ച ചെയ്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എടുത്തോണ്ട് വരുന്ന അല്ല ഇപ്പം വേണ്ടത്. ഇപ്പം ചെയ്യേണ്ടത് നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് കൃത്യമായ വചനപഠനം ആളുകൾക്ക് കൊടുക്കുക. വേദപുസ്തകം, ഉപദേശ സത്യങ്ങൾ, നമ്മുടെ കൺവെൻഷൻ ക്യാമ്പുകളിലെല്ലാം ഒരു സെഷനെങ്കിലും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് തടയാൻ പറ്റും, വലിയ പ്രയോജനം ചെയ്യും. പിന്നെ ഇവരെ ആരെയും നമ്മുടെ വേദികളിൽ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് ദൈവദാസന്മാർ അറിയേണ്ടത്. ഇവരോട് അനുഭാവം പുലർത്തുന്നവരെ, നമുക്കിപ്പോ വ്യക്തിപരമായ സ്നേഹവും സൗഹൃദവും ഒക്കെ സൂക്ഷിച്ചു, അതിനൊന്നും കുഴപ്പമില്ല. അത് വേറെ സൗമ്യതയുടെ ഭാഷയിൽ അവരെ തിരുത്താൻ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് നിശബ്ദമാകുന്നത് ഗുരുതരമായ അക്ഷന്തവ്യമായ അപരാധം, അപകടകരമാണ്. അതെ, അത് ഇപ്പൊ ഞാനത് പറയുന്നത് കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്നവര് പ്രസംഗകരാകാം, വലിയ വേദികൾ കൈകാര്യം ചെയ്യുന്നവര്, അവര് കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം. അതെ, അവരൊക്കെ കുറെ നാൾ ആളുകളെ ഉണർത്തിയതല്ലേ, ജാഗ്രതയുള്ളവരാകും. ഇപ്പൊ ഇനിയും ഞാൻ പറയുന്ന അത്തരം ഒരു നല്ല ജനകീയനായിട്ടുള്ള ഒരു പ്രഭാഷകൻ അവർ സ്വീകാര്യരാണ്. ഇനി അവർക്കിപ്പൊ ജനങ്ങളുടെ കയ്യടിയൊന്നും വാങ്ങേണ്ട പ്രസംഗം നടത്തണ്ട. അവര് കൃത്യമായി നിന്നുകൊണ്ട് വചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ നടത്തി അങ്ങനൊരു മാറ്റം വരട്ടെ. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളെ പോലുള്ള ആളുകൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സമൂഹമായിരിക്കാം, പക്ഷെ വലിയ സമൂഹങ്ങളെ സ്വാധീനിക്കുന്ന നമ്മുടെ ലീഡേഴ്സ് അവര്
വേദികളിലെത്തുമ്പം ഈ ജനങ്ങളുടെ താല്പര്യത്തിൽ പ്രലോഭിതരായിട്ട് പോകരുത്. വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണത്. ആ നിർദ്ദേശം പാലിക്കപ്പെടുവാൻ ഇടയാകട്ടെ. സാറിനെ പോലുള്ള ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറട്ടെ. പാസ്റ്റർ എങ്ങനെയാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത്? എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഞാൻ യേശു കർത്താവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുകയും ആ ഘട്ടത്തിൽ തന്നെ സുവിശേഷം പ്രസംഗിക്കണം എന്ന് ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു. ആ സംഭവം എൻ്റെ പിതാവിൻ്റെ മാനസാന്തരമാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് നിറകണ്ണുകളോടെ യേശുവിനെ സ്വീകരിക്കുന്നത് എനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം അങ്ങനെ ജീവിച്ച ഒരാളാണ്. അപ്പോൾ അത് പറയാം, ഒരു പെന്തക്കോസ്തിന്റെ സാധാരണ ഒരു യോഗത്തിൽ നമ്മൾ പറയുന്ന ഒരു ഉണർവ് ഉപവാസ പ്രാർത്ഥനയുടെ ഒരു പാസ്റ്റർ അദ്ദേഹത്തിന്റെ ജീവിതത്തെ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളെയും ദൈവാത്മാവിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് യേശുവിനെ സ്വീകരിക്കുകയാണ്. ആ സംഭവം ഇങ്ങനെ യേശു രൂപാന്തരപ്പെടുത്തുമെന്ന്, ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുമെന്ന് അന്ന് ഞാൻ മനസ്സിൽ തീരുമാനമെടുത്ത 14 വയസ്സിൽ. അതാണ് സുവിശേഷ വേലയിലേക്ക് നയിക്കപ്പെട്ടത്. 18-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അതാണ് ഒരു അനുഭവം. ആദ്യം പറഞ്ഞ തീയല്ല, ഇപ്പോൾ പറഞ്ഞ ആ തീ അത് അവസാനം വരെ നിലനിൽക്കട്ടെ. സുവിശേഷത്തിനായിട്ട് പോരാടുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന പാസ്റ്റർ രാജു ആനിക്കാടാണ്. IPCയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളാണ്. വളരെ കൃത്യമായി തന്നെ പാസ്റ്റർ കാര്യങ്ങൾ പറഞ്ഞു, നിർദ്ദേശങ്ങൾ നൽകി. അത് വരുന്ന ഭാവിയിൽ നമുക്കത് മുതൽക്കൂട്ടാകും, പ്രസ്ഥാനങ്ങൾക്ക് അത് മുതൽക്കൂട്ടാകും. സാറിൻ്റെ പ്രസ്ഥാനത്തിനെങ്കിലും അത് മുതൽക്കൂട്ടായിട്ട് മാറും എന്ന് നമുക്ക് ചിന്തിക്കാം. ആളുകളെ അത് സ്വാധീനിക്കാൻ ഇടവരട്ടെ. വലിയൊരു ശബ്ദമായിട്ട്, തിരുത്തലിൻ്റെ ശബ്ദമായിട്ട് പാസ്റ്ററിനെ പോലുള്ള ആളുകൾ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും ദൂരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിൽ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.